ഞാനിപ്പോ DCT ഓഫീസിൽ വന്നിട്ട് പരാതി കൊടുത്തു. എനിക്കറിയാം എനിക്കെതിരെ ഉള്ളവരൊക്കെ ഇതിലും വലിയ കൈകളിലേക്ക് എത്തും. സജനയെ തേച്ചിട്ടിച്ചുകൊണ്ട് ഫിറോസ് ഖാൻ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സജന തന്റെ ലൈവ് വീഡിയോയിൽ വന്ന് പറഞ്ഞത് എന്താണ്? താൻ നിരപരാധിയാണ്, ഫിറോസ് ഖാന് കുറെ അഭീത ബന്ധങ്ങളുണ്ട്, കുറെ ഗോസിപ്പ് കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സജനയുടെ വായി മൂടിക്കെട്ടും വിധം തെളിവുകളായിട്ടാണ് ഫിറോസ് ഖാൻ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു സജനയും റസൂൽ പൂക്കുറ്റിയും പിന്നെ ഒരു ഗർഭിണി വയറ് കാണിച്ചിട്ട് 9 വീക്സ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് സജനയുടെ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ചെയ്യപ്പെട്ടത്. സജന പറഞ്ഞ എന്താ, താൻ അതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല, ഫ്രണ്ട്സ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്, അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊക്കെയായിരുന്നു സംസാരിച്ചത്. എന്തായാലും ഇപ്പൊ സജനയുടെയും റസൂൽ പൂക്കുറ്റിയുടെ അഭീത ബന്ധം തെളിയുന്ന ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ല, ഇത് സജനയുടെ ശബ്ദം തന്നെയല്ലേ? സജന അന്ന് ലൈവ് വീഡിയോയിൽ വന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊരു അഭീത ബന്ധവുമില്ല, ഞാൻ പതിവ്രതയാണ്, ഫിറോസ് ഖാനാണ് അഭീത ബന്ധം എന്ന രീതിയിലൊക്കെയായിരുന്നു സംസാരിച്ചത്. അതെ, ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ മറ്റേ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. സജനയുടെ അന്നത്തെ പ്രകടനം കണ്ടപ്പോൾ ഞാൻ തന്നെ വിശ്വസിച്ചു പോയി. കാരണം അമ്മാതിരി മെഴുകലായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയത്. അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റീസിനൊക്കെ ഒരു പ്രത്യേക കഴിവാണല്ലോ കരഞ്ഞ ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ. അതുകൊണ്ട് കൂടുതൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ബാക്കിയും കൂടി പറ. എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. പുള്ളിക്കാരി ഇൻഡയറക്റ്റ് ആയിട്ട് ഉദ്ദേശിച്ചത് തനിക്ക് ദിവ്യഗർഭം ഒന്നും ഉണ്ടാകില്ല എന്നാണ്. ഇനി റസൂലിക്ക, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു. വോയിസ് കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സജന ഫിറോസ് ഖാനോട് വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ വിശ്വാസവഞ്ചന. സജനയുടെ അഭീത ബന്ധം തെളിയിക്കുന്ന ഒരുപാട് തെളിവുകൾ ഫിറോസ് ഖാൻ നിരത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാം കൂടി എടുത്ത് റിയാക്ട് ചെയ്ത് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു കാര്യം സജന റസൂൽ പൂക്കുറ്റിയോട് ആവശ്യപ്പെടുന്നതായിരുന്നു. ഒന്നില്ലേ തനിക്കൊരു 3 കോടി കിട്ടണം, അല്ലെങ്കിൽ തന്നോടൊപ്പമുള്ള ബന്ധം തുടരണം എന്നായിരുന്നു. നമുക്ക് ആ വോയിസും കൂടി കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് അയാളുടെ ഫാമിലി വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ, എനിക്ക് ഇനി എന്തായാലും നേരെ പണത്തിനും ഇതേ പരുന്തും പറക്കില്ല എന്ന് സജന തെളിയിച്ചു കഴിഞ്ഞു. എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നു ഇല്ലല്ലോ, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ അങ്ങനെ ഷാദിയാന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല, എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും എന്തഭിമാനം? സ്വന്തം ഭർത്താവിനെ ചതിച്ച് ജീവിച്ചവർക്ക് അഭിമാനത്തിനെ പറ്റി പറയാൻ യാതൊരു അർഹതയുമില്ല. ഇയാള് വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞതാ ഇവന്റെ. അപ്പോഴും നീ പഠിച്ചില്ല. ഇതിനെയാണ് പറയുന്നത് അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയൂന്ന്. അല്ലാതെ എന്തു പറയാം? എന്തായാലും ബാക്കിയും കൂടി പറ. അത് കുഴപ്പമില്ല, ഞാൻ അകത്ത് പോയി കടന്നാലും കുഴപ്പമില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലെന്ന്. വോയിസ് കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സജന പണത്തിനാണ് ബന്ധങ്ങളെക്കാൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇന്നിങ്ങനെ ചിന്തിക്കുന്ന പല ബന്ധങ്ങളും തകർന്നു പോയിട്ടേ ഉള്ളൂ. എന്തായാലും സജന ലൈവ് വീഡിയോയിൽ വന്ന് ഫിറോസ് ഖാനെ പറ്റി പലതും പറഞ്ഞെങ്കിലും ഒരു തെളിവും ഇല്ലായിരുന്നു. കുറെ ഗോസിപ്പ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നു. പക്ഷെ ഫിറോസ് ഖാൻ സജനക്കെതിരെ റിയാക്ട് ചെയ്തിട്ട വീഡിയോയിൽ എല്ലാം തെളിവ് സഹിതമാണ് അവതരിപ്പിച്ചത്. അതെല്ലാം വെച്ച് കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഫിറോസ് ഖാൻ 100% നിരപരാധിയാണ് എന്നാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു താഴെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.